എനിക്ക് കുഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവളുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. ഞാനൊരാൾ പറയുന്ന പറഞ്ഞ സൊസൈറ്റി മാറാൻ പോണില്ല. ഞാൻ സത്യം പറഞ്ഞ കരയരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഡാനിഷ് ഡേയ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് ഈ പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന പാരൻസിനും അതേപോലെ എല്ലാവർക്കും വരുന്ന ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെയായിരുന്നു ഇവർ ആ ഒരു വീഡിയോ വന്നത്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമന്റിനകത്തെന്ന് പറഞ്ഞ ഒരു അമ്മയാണ് വന്നിട്ട് കമന്റ് ഇട്ടേക്കണം. അപ്പോൾ അതിനകത്ത് അവർ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അവർ നോർമലി കുട്ടികൾ ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അവർ IVF ട്രീറ്റ്മെന്റ് എടുത്ത് അതുവഴിയാണ് ഇവർക്ക് കുട്ടികൾ ഉണ്ടായത്. അപ്പോൾ ഈ IVF ട്രീറ്റ്മെന്റിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നോർമലി പാരൻസിന് കുട്ടികൾ ഉണ്ടാവില്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും എന്താണോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്നത് ആ ഒരു പ്രോസസ്സ് തന്നെ ഒരു ലാബിനകത്ത് ചെയ്ത് അതുവഴി കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പലവരും ഈ ഒരു സംഭവം ഇപ്പം നമ്മൾ നയൻതാരയുടെ ഒരു കേസിനകത്തൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടായിരുന്നു IVF ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി ഇപ്പോഴും ബോധമില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാര്യം ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കണം ഇത് ചെയ്യുമ്പോഴത്തേക്കും വേറെ ആൾക്കാരുടെ കുട്ടിയേക്കായിരിക്കും നമുക്ക് വരുന്നതെന്നുള്ള രീതിക്കായിരിക്കും പലരും ചിന്തിച്ച് വെച്ചേക്കണം. അപ്പം അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകൾ ഇപ്പോഴും ആൾക്കാർക്ക് മാറാനുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു അതിൻ്റെ അടിയിൽ വന്ന കമന്റിനകത്ത് ഈ അമ്മ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു IVF ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പറഞ്ഞ പല കാര്യങ്ങളും അവരെ എത്രത്തോളം ഹെർട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ചാനലിനകത്ത്, അതായത് ഈ ഡാനിഷ് ഡേയ്സ് എന്ന് പറഞ്ഞ ആ ഒരു ചാനലിനകത്ത് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു. ഫേസ്ബുക്കിൽ നമ്മൾ ആ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. നമ്മുടെ മറ്റേ അമ്മമാരുടെ ഡിപ്രഷനെ കുറിച്ചിട്ടും ഈ പേരൻസിന്റെ ആണെങ്കിലും റിലേറ്റീവ്സിന്റെ ആണെങ്കിലും ഓരോ കമന്റ്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി. ഇത്രയും ഇത് വന്നതല്ല. നമ്മുടെ സൊസൈറ്റി എന്താ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ എനിക്ക് സത്യത്തിൽ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പൊ ആ പുള്ളിക്കാരി നേഴ്സാണ്. അപ്പോൾ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് 5 വർഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 4 വർഷം ഉണ്ടായിരുന്നില്ല, 5ാമത്തെ വർഷമാണ് കുഞ്ഞുണ്ടാവുന്നത്. അവര് യൂഷ്വലി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആണ് കുഞ്ഞുണ്ടായത്. പക്ഷേ ഈ ആൾക്കാരുടെയൊക്കെ കൺസെപ്റ്റ് എന്താണെന്ന് ഇനി എന്നാണ് നമ്മുടെ ലോകം ഒന്ന് മൈൻഡിൽ ഡെവലപ്പ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ IV സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആൾക്കാര് പറയുന്ന കമന്റ് എന്താണ്, ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ കമന്റ് എന്താണെന്നറിയാവോ? ആ ചേച്ചിയുടെ ചെവിയിൽ പറയത്തില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചേച്ചി കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊന്നും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുഞ്ഞ് അവന്റെ ആയിരിക്കത്തില്ല, അത് വേറെ ആരുടെത്തെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ചേച്ചി പറഞ്ഞത്, ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ഭഗവാനെ എനിക്ക് കറുത്ത കുട്ടി ആയിരിക്കണേ, കുറച്ച് കറുത്തിരുന്നാലും കുഴപ്പമില്ല, കാരണം ഹസ്ബൻഡും ആ ചേച്ചിയും കുറച്ച് ഡാർക്ക് കളറാണ്. അപ്പൊ കുഞ്ഞ് നന്ന കറുത്തിരുന്നാലും കുഴപ്പമില്ല, ഒരിക്കലും വെളുത്തിരിക്കല്ലേ. അപ്പൊ അവരെന്തോ ചെയ്യും, അവര് പറയും, ഓ ഇത് അവന്റെ കുട്ടിയല്ല, വേറെ ആരുടെയോ ആണ് എന്നവരങ്ങ് എന്തൊരവസ്ഥയാണ് നോക്കിയിട്ട്. സ്വന്തം കുട്ടി ഇന്ന കളറിൽ വന്നേ എന്ന് അവര് പ്രാർത്ഥിച്ചു എന്ന്. കാര്യം അത്രത്തോളം ഇതിപ്പോ ആ ഒരു അവരുടെ കളറിനകത്ത് തന്നെ അല്ല കുട്ടി വന്നതെങ്കിൽ അപ്പൊ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങും, അതായത് ഇത് ഇവരുടെ കുട്ടിയല്ല, ഇത് മറ്റേ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവരെ വേറെ ആരാണ്ടിനും കുട്ടീനെ എടുത്തതാണെന്നൊക്കെ ഉള്ള രീതിക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചതെന്നാണ് പറയുന്നത് ഈ അമ്മ. അപ്പൊ ഇത്രത്തോളം, അതായത് ഈ നാട്ടുകാരാണെങ്കിലും നമ്മുടെയൊക്കെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റി ഇമാതിരി ടോക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിനകത്തുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റിയൊന്നും ബോധമില്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യത്തിനെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഊഹം വെച്ചിട്ട് അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ്റെ ഇങ്ങനത്തെയാണ് കൊച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കണത് എന്തിനാണ്? അത് അവരെ എത്രത്തോളം അത് എഫക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു കുട്ടി അത് നമ്മുടെ കുട്ടിയല്ല എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിച്ചു, ആ ഒരു കുട്ടി നിങ്ങളുടെ കുട്ടി അല്ല എന്ന് നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്ട് ചെയ്യും, എത്രത്തോളം നിങ്ങളത് ഹെർട്ട് ചെയ്യും, അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇമാതിരി കമന്റുകൾ ഓരോരുത്തരുടെ അടുത്ത് പോയി അടിക്കുക. ഇപ്പൊ നമ്മൾ ഈ IVF ട്രീറ്റ്മെന്റിൽ കൂടെ ആണെങ്കിലൊക്കെ കുട്ടികൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് അവരവരുടെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാവണത്. അത് വേറൊരു പ്രോസസ്സിൽ കൂടെയാണ് അത് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിന്റെ കാര്യം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി അധികം അങ്ങോട്ട് റിസർച്ച് ചെയ്തൊന്നും പോകാത്തതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടവന്റെ കൊച്ചൊന്നും അല്ല ഈ ഉണ്ടായി വരുന്നതെന്ന് ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. അപ്പൊ ഇനി ഈ ഒരു അമ്മയുടെ തന്നെ ഒരു ഓഡിയോ ഉണ്ട്, അതായത് ഈ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. മോള് നല്ല കറുപ്പാണ്, ഇങ്ങനെ കഷത്തും കഴുത്തിലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, നല്ല ഷുഗർ ആയിരുന്നു, 3 നേരം ഇൻസുലിനൊക്കെ എടുക്കേണ്ട വന്നു. പിന്നെ നല്ലോണം 4 വർഷത്തോളം മരുന്നൊക്കെ കഴിച്ചതിൻ്റെയൊക്കെ നല്ല കറുപ്പായിരുന്നു.
കുഞ്ഞ് ആയി കഴിഞ്ഞും ഇതുപോലെ റിലേറ്റീവ് ഒക്കെ വരുമ്പോഴും ആ പൊടിക്കുഞ്ഞിനെ പോലും ഇങ്ങനെ കറമ്പിന്ന് ഇങ്ങനെ കുഞ്ഞിനെ വിളിച്ച്. പക്ഷെ അപ്പം വിളിക്കുമ്പം കുഞ്ഞിനെ അറിയില്ലായിരുന്നു അതെന്താ അവരങ്ങനെ പറയണത്, കളറൊന്നും അറിയില്ല. ഇപ്പം മോൾക്ക് 6 വയസ്സായി. അവള് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം സ്കൂളിൽ പിള്ളേരിങ്ങനെ കൊച്ചിനെ വിളിക്കാൻ തുടങ്ങി കറമ്പിന്ന്. അപ്പം ഇവളിങ്ങനെ വന്ന ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞെന്നോട് ഒരു അമ്മ അത് ഞാൻ കറുത്തതായതുകൊണ്ടായിരിക്കും അമ്മക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ചോദിച്ചു മോനോട് ആരാ പറഞ്ഞത്? ഇങ്ങനെ സ്കൂളിലെ പിള്ളേർ എന്നെ കറമ്പിന്ന് വിളിക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോൻ നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മിസ് ഇങ്ങനെ പിള്ളേരങ്ങനെ വിളിക്കുന്നുണ്ട്, അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ മിസ് എന്നോട് പറയുന്നത് അത് പിള്ളേരല്ലേ ശ്രീദേവിയുടെ അമ്മയെ എന്ത് ചെയ്യാൻ പറ്റും, അടിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ പറഞ്ഞു ഒരിക്കലും അടിക്കരുത്, അത് ഏത് കുഞ്ഞാണോ വിളിക്കുന്നത് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കാം, കുഞ്ഞിനോട് കളർ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കലെന്ന്. അപ്പൊ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ ഇപ്പൊ അവൾക്ക് മനസ്സിലാവൂല അവളുടെ കളറ്. ഇങ്ങനെ പറയുമ്പോ എനിക്കങ്ങ് സങ്കടം വരും. ഇപ്പൊ നിന്റെ ഈ വീഡിയോ കണ്ടപ്പോ എനിക്കങ്ങ് ഭയങ്കര വിഷമം വന്നു, അതാ ഞാൻ അയച്ചത്. നമ്മൾ നമ്മുടെ ഒരു നേരത്തെ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തരേക്ക് ഇപ്പൊ ഈ കറുമ്പ അതേപോലെ തടിയ അതേപോലെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യണ രീതിക്കൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു വിടുമ്പോഴത്തേക്കും നമുക്കത് ആ ഒരു നേരത്തെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ അത് എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്യും, അത് എത്രത്തോളം അവരുടെ ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുമെന്നൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. അവരെത്രത്തോളം ട്രോമയെ കൂടെ ഈ ഇത് കാര്യം ഇത് ഇപ്പൊ 1-2 ആൾക്കാരൊന്നുമല്ല കാര്യം, ഇത് എല്ലാവരും ഇത് തന്നെ പറഞ്ഞിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ പറയും നമ്മളൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആയി, നമ്മളൊന്നും ഇപ്പൊ ആരെയും ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല, അതൊക്കെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ നടക്കുന്നത് ഇപ്പൊ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ ഒരു കേസിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ അവരെ ടീച്ചറിനോട് പറഞ്ഞപ്പോഴത്തേക്കും, അതായത് സ്കൂളിൽ നിന്ന് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും, അതായത് കുട്ടീനെ ഇങ്ങനെ നിറത്തിന്റെ പേര് പറഞ്ഞിട്ട് അവർ കളിയാക്കുമ്പോഴത്തേക്കും അത് അവർ ആ ടീച്ചറിനോട് അതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ടീച്ചർ പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് കുട്ടികളല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ, നിങ്ങൾ പറഞ്ഞു കൊടുത്താലല്ലേ അവർക്ക് അറിയുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ഊഹിച്ചെടുക്കാൻ കുറേ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ കണ്ടും കേട്ടും വരുന്നതിൽ നിന്നാണ് അവർ ഓരോന്ന് വിളിക്കുന്നതും ഓരോന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്തൊട്ട് മനുഷ്യന്മാരാണെന്ന് ഞാൻ ചോദിക്കുന്ന കാര്യം, അവരാണ് ഇതൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പം നിറത്തിന്റെ പേരിലൊന്നും ആരെയും കളിയാക്കാൻ പാടില്ല, അതേപോലെ അവരുടെ ബോഡി ഷേപ്പ് ഒന്നും വെച്ചിട്ട് ആരെയും കളിയാക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് കാര്യം എല്ലാവരും ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവരാണ്. അവരത് പറഞ്ഞു കൊടുക്കാണ്ട് അവര് ഇത് കുട്ടികളായതുകൊണ്ട് അതൊക്കെ നോർമൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയും. പക്ഷെ ഇവര് തന്നെയാണ് വലുതായിട്ട് ഭാവിയിൽ ഇനി വലിയൊരാളായി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ ബോഡി ഷെയിം ചെയ്യുമ്പോഴും ആ ഒരു സംഭവം തന്നെ. ഇപ്പൊ നമ്മളിപ്പോ ഈ നമ്മുടെ സ്റ്റാർ മാജിക് പോലത്തെയൊക്കെ പരിപാടിനെയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് ഇപ്പൊ ഈ ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കണത് അത് തെറ്റാണെന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്കും മിക്കവരും ചോദിക്കാറുള്ള കാര്യമാണ്. കാര്യം അവർ രണ്ടുപേരും ബോഡി ഷെയിം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അതിനകത്ത് വിഷയമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വിഷയം? ഈ അടുത്ത് ദിലീപ് അതേപോലെ വന്നിട്ടൊരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പിള്ളേര് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്റ്റാർ മാജിക് പോലത്തെയും അതേപോലത്തെ പരിപാടിയൊക്കെ പിള്ളേര് കാണണം. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ആ പിള്ളേര് നോക്കണത് എന്താണ്, ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ നോർമൽ പരിപാടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ കുഴപ്പം, അത് ഒരു കോമഡി അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ ബോഡി ഷെയിം ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവരങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങ് വിടും. പക്ഷെ അപ്പുറത്ത് നിൽക്കണ ആ ഒരു കുട്ടി ചിലപ്പോൾ ഇത് എൻജോയ് ചെയ്യണമെന്നില്ല. അവൻ അത്രത്തോളം ഇപ്പം ഈ ഒരു അമ്മ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും കാണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ ചിലപ്പോൾ കറുത്തതായിരിക്കും ആയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അപ്പം അത്രത്തോളം അവരെ ഹെർട്ട് ചെയ്യേണ്ടി ഇപ്പം നമ്മൾ പറയുന്ന ഈ ഒരു നേരത്തെ ഒരു കോമഡി എന്ന് പറയുന്ന സാധനം. അപ്പോൾ എനിക്ക് ഇത്രയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും പറയാൻ തോന്നി. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമൻറ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ.